കച്ചവടം ചെയ്യുമ്പോൾ പറയേണ്ടത് എന്താ? അള്ളാഹിനെ പറ്റി പറഞ്ഞ ഉറപ്പിച്ചോളി. ഞങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ പറയേണ്ടത് എന്താ? കച്ചവടം പറയണം, ലാഭം നഷ്ടം. നിങ്ങൾ മൂല്യരല്ലേ, മൂല്യർ പറയാം, സാധനത്തിന്റെ കാര്യം പറയാം. നിങ്ങളെ ഉസ്താദ് അങ്ങനെ പറയല്ലേ. ഞാൻ പറയാം, ഞാൻ എൻ്റെ ഒരു സാധനം കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഞാൻ അൽഫാത്തിഹ എന്നൊക്കെ പറയണ്ടേ. പറയാം എൻ്റെ ബിൽഡിംഗ് എനിക്ക് വിൽക്കോ, എത്ര? 10 കോടി. അപ്പൊ ഞാൻ പറയാണ്, എന്ത് 10 കോടിയൊന്നും പറയല്ലടാ, എൻ്റെ ഉസ്താദല്ലേ, ഞാൻ 5 കോടിക്ക് കൊണ്ടാ ഞാൻ അല്ലാഹു എനിക്ക് ബർക്കത്ത് ചെയ്യും, ഉറപ്പിച്ചോളെ. ഞാൻ ആദ്യം തന്നെ കച്ചവടത്തിന് ഇരിക്കും എന്നോട് പറയേണ്ടത് ഞാൻ പറയാം, ഇതിൽ ഉസ്താദും ശിഷ്യനും ഇല്ല. എൻ്റെ കാര്യം ഇജ്ജ് പറയണം, ഇൻ്റെ കാര്യം ഞാൻ പറയും. അത് ഇജ്ജ് ഉസ്താദ് ശിഷ്യ നോക്കണ്ട, ഇത് കച്ചവടം. ഇത് അങ്ങനെയല്ലേ പറയണ്ടത്? അവിടെ ഫാത്തിയോദ്യ തട്ടിപ്പാണ്. ഫാത്തിയ അവിടെ മൂല്യർ ഫാത്തിയോദാനേ പാടില്ല, ദ്വാർക്കാനും പാടില്ല. കച്ചവടം പൈസ കൊടുത്തു, അഡ്വാൻസ് കൊടുത്തു, ഇറങ്ങി പോന്നപ്പോൾ ഇജുമൻ്റെ ബാപ്പ എന്ത് പറയണം? ഉസ്താദെ ഒന്നൊരു ഫാത്തിയോദി കളി, ഒന്നും ദ്വാർക്കി. അപ്പം എനിക്ക് ദ്വാർക്കാം. എന്തുകൊണ്ട്? ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടി മറ്റേ വിൽക്കാൻ നോക്കണില്ല. മതം വിൽക്കലാണടാ. കച്ചവടത്തിൽ കച്ചവടം, പെണ്ണിന് പെണ്ണ്. എന്തിനാണ് ഈ നോമ്പ് നോക്കാന്ന് പറഞ്ഞ ഉടനെ 2 ആയത്തിലും പിന്നെ യാത്രാരോഗം യാത്രാരോഗം എന്ന് പറയാം. നോമ്പ് എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞു, പിന്നെ 2 ആയത്ത് മുസാഫ് എടുക്കുക. മുസാഫ് എടുക്കുക ഞാൻ കാണിക്കാം. മുസാഫ് എടുക്കുക. ശുഹ്റു റമളാനല്ലദീ 183 കറണ്ട് വരാ പതലല്ലോ ആണോ? കറണ്ട് വരാ ഏസിൻ്റെ ഓഫ് ആയിക്കണം, ആ സ്വിച്ച് ഒന്ന് ഓഫ് ആയിക്കണം. നിങ്ങൾ നോക്കി, നിങ്ങൾ എന്താണ് ഈ അത്ഭുതങ്ങളൊക്കെ ഈ കാണുന്നത്? ഞങ്ങൾ നോമ്പ് വിൽക്കാതിരിക്കാൻ വേണ്ടി പറയാനില്ല കേട്ടോ. എന്തിനു എനിക്ക് യാത്രയൊക്കെ മാറ്റിച്ചൂടായിരുന്നു റമദാൻ മാസത്തിൽ? റമദാൻ മാസത്തിൽ മദീനയിൽ തന്നെ ഒരുങ്ങി നിന്ന്. അപ്പം നമുക്കും പറയാം, റമദാനായിട്ട് നബി എവിടെയും പോയില്ല. അപ്പം എന്തതിൻ്റെ അർത്ഥം? 183 അൽ-ബഖറ 183. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ 183. അയ്യാമ മഅദൂദാത്ത് 184 കേട്ടോളൂ. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ. അപ്പോൾ 184 യാത്രയും പറഞ്ഞു, രോഗവും പറഞ്ഞു. രോഗം, യാത്ര 184. 185 വീണ്ടും പറയുന്നത് നിങ്ങൾ നോക്കൂ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ഹറ ഫല്യംസുമു വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ. രോഗത്തിലോ യാത്രയിലോ ആണെങ്കിൽ മറ്റു ദിവസം നോറ്റാൽ മതിയാവും. ഇതന്നെ ഇപ്പം ഇവിടെ പറയണേ, പിന്നെയും പറഞ്ഞു. അപ്പം ഒരു ആയത്തിൽ നോമ്പ് വിൽക്കാൻ പറഞ്ഞു, അടുത്ത ആയത്തിൽ രോഗമോ യാത്രയാണെങ്കിൽ മാറ്റിച്ചോളുന്നു. പിന്നെ അടുത്ത ആയത്തിലും രോഗമോ യാത്രയാണെങ്കിൽ മാറ്റിച്ചോളുന്നു. പിന്നെ അടുത്ത ആയത്തിൽ വൈദാ സഅലക ഇബാദി അന്നി, പ്രാർത്ഥിച്ചോളൂ പറഞ്ഞു. പിന്നെ അടുത്ത ഇതാ, പിന്നെ അടുത്ത ഉഹില്ലലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസാഇക്കും. ഭാര്യമാരിലേക്ക് ഇണങ്ങി ചില രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ മനുഷ്യനെ സൈക്കോളജിക്കലായി ആയത്തുകൾ. ഇത് ഇവിടെയൊക്കെ മനുഷ്യനെ സൈക്കോളജിക്കലായി നന്നാക്കിയെടുക്കുക. ഉദാഹരണം പറയാം, റമളാൻ യാത്ര ഉണ്ടാവണം. അപ്പം ആ യാത്രക്കാരൻ എന്തൊഴിവായി? നോമ്പൊഴിവായി. ഇനി റമളാൻ കഴിഞ്ഞാൽ നമ്മൾ വേട്ടയാടും. പഠിച്ചോനെ, ആ ബോംബെ പോയാൽ 2 ദിവസം നോമ്പ് വിട്ടിട്ടില്ലല്ലോ. ഇനി നോമ്പ് നോറ്റു, ആ 2 ദിവസം നമ്മൾ ശവ്വാലിലോ ദുൽഖഅദിലോ നോറ്റു. ശരി, ഉറങ്ങത്തിട്ട വളരെ മർമ്മപ്പെട്ട വർത്താനായി പറയണത്. നോമ്പ് നോറ്റാൽ തന്നെ നമ്മളെ മനസ്സ് വീണ്ടും കുറ്റപ്പെടുത്തും. എന്ത്? റമളാൻ പോലെ ആവില്ലല്ലോ,
റമളാൻ പോലെ ആവില്ലല്ലോ. അപ്പം ഈ ആരായിപ്പോ അബുദായി. ശരിക്കും 4 കാലൊക്കെയും കൊണ്ട് പള്ളിയിലാണ്ട് കൂടി 1 മുതൽ 30 വരെ നമുക്കായി. പടച്ചോൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നെ അബുദാക്കലാണ്. കമ്മിയുള്ളവനാകണം, അപ്പോഴേ അടിമയാവുള്ളൂ. പിന്നെ പറഞ്ഞു ലൈലത്തെ സിയാമി റഫസു ഇലാ നിസായിക്കും, രാത്രി കാലങ്ങളിൽ ഭാര്യമാരുമായി ബന്ധപ്പെടൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ ആലോചിച്ചാൽ മതിയാവും, അനുവദനീയമാണ് എന്ന്. ഒരു അനുവദനീയമാണ്, ഒരു കാര്യത്തെ അനുവദനീയമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ ചെയ്യുന്നതിൽ പടച്ചോന് വിരോധമല്ലാണ് അർത്ഥം. അപ്പോൾ വീണ്ടും നമ്മളെ കുറ്റപ്പെടുത്തും. നമ്മളെല്ലാ രാത്രിയും ഭാര്യൻ്റെ ഒപ്പം കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കുറ്റപ്പെടുത്തും. പക്ഷേ മനസ്സിലാണ്ട് പറഞ്ഞത്, ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങിയാൽ പോലും നമ്മളെ കുറ്റപ്പെടുത്തും. കിടന്നുറങ്ങൽ ഭാര്യയുടെ കൂടെ കിടക്കൽ സുന്നത്താണെന്നല്ല, ഒരു നല്ല കാര്യമാണെന്നല്ല. പിന്നെന്താണ് അവിടെ ഉള്ളത്? നോമ്പ് കാലത്ത് രാത്രി കാലങ്ങളിൽ ഭാര്യമാരോട് കൂടെ കിടന്നിറങ്ങൽ അനുവദനീയമാണ്, അനുവദനീയമാണ്. അതിൻ്റെ അർത്ഥം എന്താണെങ്കിലും കുഴപ്പമില്ല എന്നാ അതിൻ്റെ അർത്ഥം. ഇത് കഴിഞ്ഞാലൊരു ചായ ഉണ്ട്, അത് ഇന്നാലിന്ന ചായയാണ്, അത് കുടിക്കാതെ ഒരാൾ പോകരുതെന്ന് പറയലും, ചായ ഉണ്ട് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കുടിച്ചോളിട്ടാന്ന് പറയലും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ കുടിച്ചാലും നല്ല, കുടിച്ചിട്ടില്ലേലും പാടില്ല, അങ്ങനെ പറഞ്ഞു. കുടിക്കാതെ പോകരുതെന്ന് പറഞ്ഞു, രണ്ടേ അവസ്ഥയില്ലേ. കുടിച്ചാലും നല്ല, കുടിച്ചില്ലേലും പാടില്ല. അപ്പോൾ കുടിക്കാത്തോനൊരു മനസ്സിലായില്ല, കുടിച്ചു എന്നൊരു മികവല്ല, കുടിക്കാതിരിക്കൽ മികവല്ല. ചിലപ്പോൾ കുടിക്കാതിരിക്കലും അവിടെ മികവായി വരും. എന്തുകൊണ്ട്? നിങ്ങളൊരു 10-25 ആളുകളെ ഞാൻ ഇവിടെ കണ്ടു, ആകെ 10 ആക്കളെ ചായ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ മനസ്സിലായില്ലേ, നിങ്ങളിവിടെ 25 ആളുള്ളത് 50 ആൾക്കുള്ള ചായ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ പറയുക? കുടിക്കാതെ പോകരുത്, കുടിക്കാതെ പോകരുത് കേട്ടാ, കുടിക്കാതെ പോകരുത്. അതേ സമയത്ത് 10 ആൾക്കുള്ള ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ, നിങ്ങളവിടെ 25 ആളുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്താ പറയുക? ചായ ഉണ്ട്, ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കുടിക്കാറ്. അപ്പം ഞാൻ അവിടെ എന്താ വിചാരിക്കുന്നത്? പരമാവധി ആ മക്കൾ കുടിക്കാതെ പോയാൽ നമ്മൾ മാനം കിടാതെ രക്ഷപ്പെടും. അപ്പൊ നമ്മൾ എല്ലാ രാത്രിയും ഭാര്യൻ്റെ കൂടെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മളെ മനസ്സെ നമ്മളെ കുറ്റപ്പെടുത്തും. വേണ്ടില്ലായിരുന്നു, അപ്പം നിനക്ക് അവിടെ കമ്മി വന്നു, പടച്ചോനുദ്ദേശം നിനക്ക് കമ്മി വരില്ല. അപ്പം ഈ അടിമയായി. ഈ പള്ളിയിൽ കിടന്നുറങ്ങിയാൽ പള്ളിയിൽ തന്നെ പാർത്ത് നന്നാവില്ല. ആ കൊല്ലത്തിൽ 10 കൊല്ലത്തെ അമൽ ബാത്തിലാക്കിയിട്ട് ഈ പള്ളിയിൽ നിന്ന് പോരുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മ മുഴുവൻ പള്ളിയിൽ ദുനിയാവ് പറഞ്ഞാൽ എന്താണത്? അമൽ ബാത്തിലാക്കും. ഒരാളുടെ നഷ്ടപ്പെട്ട വസ്തു പള്ളിയിൽ വെച്ച് ചോദിക്കുന്നവരോട് പോലും യാ റദ്ദല്ലാഹു അലൈക്ക്, നിനക്കത് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കൽ നല്ലതാണ്. പള്ളിന് വേണ്ടി ഉണ്ടാക്കിയല്ല, പള്ളിയിൽ പുറത്തുള്ള വഴിയെന്ന് ചോദിക്കാം. ഒരാൾ ജമാഅത്ത് കഴിഞ്ഞ ഉടനെ എണീറ്റ് പറഞ്ഞു എൻ്റെ കുട കാണാനില്ലാറും, അപ്പോൾ പറയൽ സുന്നത്താണ്. എന്ത്? ലാ റദ്ദല്ലാഹു അലൈക്ക്, പടച്ചോൻ അത് എനിക്ക് തിരിച്ചു തരാതിരിക്കട്ടെ. കാരണം ഇതെന്തിനുണ്ടാക്കിയല്ല, എൻ്റെ കൊടയും ടോർച്ചും, നിന്റെ കൊടയും ടോർച്ചും പോയത് തിരിച്ച് ചോദിക്കാനുള്ള സ്ഥലമല്ലത്, പുറത്തിറങ്ങിക്ക്. ഇത് പള്ളിയാണ്. ഫീ ബുയൂത്തിൻ അദ്നല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു. ജെറൂസലേം പള്ളിയിൽ കച്ചവടത്തിന് വേണ്ടി ഇരുന്നവരെ ചാട്ടവാറടിച്ചിട്ടുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ പാവത്താൻ. അതാരാ? യേശു. മനുഷ്യരാശി കണ്ട പാവത്താന്മാരിൽ ഏറ്റവും ഒരു പാവത്താനാണ് സയ്യിദുന ഈസ, യേശു. ചാട്ടവാറടിച്ചു. എന്തുകൊണ്ട്? പള്ളി ഉണ്ടാക്കിയത് എന്തിനല്ല? കച്ചവടത്തിനല്ല. പറഞ്ഞ മനസ്സിലാ? ചാട്ടവാറടിച്ചു. ക്രിസ്തീയത മുഴുവൻ അംഗീകരിക്കുന്ന ചരിത്രമാണത്. ചാട്ടവാറടിച്ചു, ചാട്ടവാറ് കൊണ്ടടിച്ചു. ആര്? യേശുവിൻ്റെ പേര് അറിയപ്പെട്ട ഒരു കാര്യം, വലത്തേക്ക് അടിച്ചാൽ ഇടത്തേക്ക് അത്രയും പാവമായി ലോകം അറിയുന്ന ഒരാളാണ് ആര്? യേശു. ഇതേ യേശു ക്രിസ്തു
ജെറൂസലേം വലിയ പള്ളിയിൽ കച്ചവടത്തിന് വേണ്ടി ഇരുന്ന വാണിഭക്കാരെ, പലിശക്കാരെ ചാട്ടവാറുകൊണ്ട് അടിച്ചോടിച്ചു. ആര്? യേശു. എന്തുകൊണ്ട്? പള്ളി ഉണ്ടാക്കിയത് എന്തിനല്ല? പള്ളി ഉണ്ടാക്കുന്നത്, ആരാധനാലയം ഉണ്ടാക്കുന്നത് നിന്റെ കച്ചവടത്തിനല്ല. അത് കച്ചവട സ്ഥലമല്ല. ആരാധനാലയം മനുഷ്യനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടായതാണ്. അവിടെ എല്ലാവരും ഒന്നാണ്. അവിടെ ഉള്ളവനും ഇല്ലാത്തവനും വ്യത്യാസമില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി. അവിടെ വളരെ നിങ്ങളിതൊക്കെ ചിന്തിക്കണം. അപ്പം ഈ ഒരു മനുഷ്യൻ്റെ പൂർണ്ണതയാണ് മതം. അതിന് ഒരാൾക്ക് ഒരു പ്രബോധനം കൊണ്ട് അതിന് കഴിയുന്നില്ലെങ്കിൽ അവിടെ പ്രബോധനത്തിൻ്റെ ദിശ തെറ്റിയെന്നതിൻ്റെ അർത്ഥം. പ്രബോധനത്തിൻ്റെ ദിശ അവിടെ തെറ്റിപ്പോയി. മതം ചെയ്യേണ്ടത് മനുഷ്യനെ മനുഷ്യനാക്കുക. ഇതാണ് മതത്തിൻ്റെ ധർമ്മം. എല്ലാ സാമൂഹിക കാര്യങ്ങളും മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് സമൂഹം മനുഷ്യനൊരു രാഷ്ട്രമായി രൂപപ്പെടുന്നത്? ഒരു രാഷ്ട്രമാവുന്ന കൃത്യമായ ഒരു ഫ്രെയിം അതിനുണ്ടാവും. ലോകത്തെല്ലാവരും അങ്ങനെ മേഞ്ഞു കിടന്നാൽ ഒരു ഫ്രെയിം ഉണ്ടാവില്ല. അപ്പൊ എന്തുകൊണ്ടാണ് മനുഷ്യൻ രാഷ്ട്രങ്ങളായി മാറിയത്? നന്മയാണ്. ആ രാഷ്ട്രങ്ങളിൽ ഭരണ സംവിധാനങ്ങൾ ഉണ്ടായതൊരു നന്മയാണ്. ഒരു രാജാവ് ഒരു നന്മയാണ്. ഈ ജനാധിപത്യ കാലത്തേക്ക് വന്നപ്പോൾ ജനാധിപത്യ പ്രക്രിയകൾ അതൊരു നന്മയാണ്. എന്തിനാണ് ഈ ജനാധിപത്യ പ്രക്രിയകൾ നടക്കുന്നത്? ഇപ്പം നാളെ നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പാണ്. എന്താ തെരഞ്ഞെടുപ്പിൻ്റെ ആധാരം? എന്തിനാ തെരഞ്ഞെടുപ്പ് വേണം? 5 കൊല്ലം. എന്തിനാ 5 കൊല്ലം? ഇടയ്ക്ക് എത്ര കോടിയാണ് ഒരു തെരഞ്ഞെടുപ്പ് നഷ്ടം? അപ്പോൾ 100 കൊല്ലത്തിന് വേണ്ടി ഒരു സംഘത്തെ തെരഞ്ഞെടുത്തു. ഒരു 25 കൊല്ലത്തിന് ഒരു കൂട്ടർ തിരഞ്ഞെടുത്താൽ അത് ഓരോ നോക്കിക്കോളൂല്ലോ. ഒരു തെരഞ്ഞെടുപ്പിന് രാജ്യത്ത് എത്ര കോടി നഷ്ടം? എന്താ മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണത് വേണ്ടി വരുന്നത്? അങ്ങനെ വേണ്ടി വരുന്നത് അവരെ വേര് പിടിച്ച് കൂടാൻ പാടില്ല. വേര് പിടിച്ചാൽ പിന്നെ അവരത് ധർമ്മം ഉണ്ടാവില്ല. സാധുക്കളെയും നീതി അർത്ഥിക്കുന്നവരെയും നീതി അർഹിക്കുന്നവർക്കെയും നീതി കൊടുക്കാതെ വരും. അപ്പം 5 കൊല്ലത്തിന് ഇടക്കിടക്ക് തിരഞ്ഞെടുപ്പുണ്ടായ അവർക്കൊരു പേടിയായി. അപ്പം ശുദ്ധീകരണ പ്രക്രിയകൾ നടക്കും. കാരണം എന്തുണ്ട്? ഭരണാധികാരികൾക്ക് എന്തുണ്ട്? പേടിയുണ്ടാവും. അത് എപ്പോഴും പേടി വേണം. രാഷ്ട്രീയ സംഘടനകളും മതസംഘടന നോക്കിയാൽ അഹങ്കാരികൾ മതസംഘടനക്കാരുടെ ആയിരിക്കും. എന്തുകൊണ്ട്? പേടിയില്ല. പണ്ഡിതന്മാർക്ക് പേടിയില്ല. പിന്നെ പഠിച്ചവനും പേടിക്കണം. അതേതായാലും ഇല്ല. അവിടെ പ്രതിപക്ഷമില്ല. ഒരു മഹാന്മാരാണ്, എന്ന് മഹാന്മാരാണ്. അതോടുകൂടി അവർ നശിച്ചു. ഈ കാലഘട്ടത്തിലെ ഫിറാന്മാരായിരിക്കും പണ്ഡിതന്മാർ. ഒന്നും ഒന്ന് വിചാരിച്ചാൽ ഞാൻ അമേരിക്കയാണ്, ഇസ്രയേലിട്ട് എത്തില്ല. പണ്ഡിത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും നോക്കിയാൽ, പണ്ഡിത സംഘടനയുടെ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും നോക്കിയാൽ നല്ലവർ എപ്പോഴും രാഷ്ട്രീയ നേതാക്കളായിരിക്കും. രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം എന്ന കുറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കുക. 5 കൊല്ലത്തിനൊരിക്കലെങ്കിലും അവർക്ക് മാപ്പ് പറയേണ്ടി വരും. പണ്ഡിതന്മാർക്ക് വയസ്സിൽ മാപ്പ് പറയേണ്ടാവില്ല. അവർ ഖബറിനടിയിലെത്തിയേ മാപ്പ് പറയുള്ളൂ. പിന്നെ എന്തായാലും നമ്മളറിയില്ല. നമ്മളിവിടെ ഒരു ദിവസം കഴിച്ച് അങ്ങനെ നടക്കും. ഒന്ന് വിചാരിക്കരുത്. മനുഷ്യനെ മനുഷ്യനാക്കണമെങ്കിൽ അവൻ താഴെറങ്ങണം. ഇപ്പം നമ്മളെ നാട്ടിലെ ഇതൊന്നും ഞാൻ മനുഷ്യ പ്രക്രിയകൾ നടക്കണം. മനസ്സിലാവുകൊണ്ട് പറയും. ഇത് അപ്പോഴേ മനുഷ്യൻ നന്നാവുള്ളൂ. അപ്പം ഞാൻ എന്തുകൊണ്ട് സൂക്ഷിച്ച് പ്രസംഗിക്കേണ്ടി വരുന്നു? സൂക്ഷിച്ച് പ്രസംഗിക്കും. എന്നിട്ടും എവിടെയെങ്കിലും വിട്ടു. എന്തുകൊണ്ട്? വിമർശനം നടക്കുന്നുണ്ട്. വിമർശനം നടക്കൽ ആവശ്യമാണ്. ഇല്ലെങ്കിൽ പിറാവിനായിരിക്കും നമ്മൾ. ഇപ്പം നമ്മളെ നാട്ടിലെ എത്ര നാവ് പേച്ച നേതാക്കന്മാരും MLA ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എന്ത് ചെയ്യും? ഇപ്പം നാളെ 6 മണി വരെ അവർ കുമ്പസരിക്കും. നാളെ ഇപ്പം ഇന്നിപ്പോൾ സ്ഥാനാർത്ഥിയായ വ്യക്തിയെക്കുറിച്ച് ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ഒരു ഇഷ്യൂ അയാൾ പണ്ട് പറഞ്ഞ ഒരു അഹങ്കാരം ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ
അയാൾ ഉടനെ സ്റ്റേറ്റ്മെൻറ്റ് വരും, മാപ്പാക്കണം. അത് അറിവില്ലാത്തൊരു കാലത്ത് പറഞ്ഞു പോയതാണ്. പറയുമല്ലേ, മാപ്പാക്കണം, അത് പുറത്ത് കൊണ്ടുവരുത്. അത് 15 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു പോയതാണ്, അത് അന്തല്ലാത്ത പറഞ്ഞു പോയതാണ്, മാപ്പാക്കണം, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഇങ്ങനെ പറയേണ്ട ഒരു അവസരം പണ്ഡിതന്മാർക്ക് വരില്ല. അതുകൊണ്ട് അവരായുസിൽ ഭൂമിക്ക് മുകളിൽ അവർ പശ്ചാത്തപിക്കുകയേ ഇല്ല. അതുകൊണ്ട് മനുഷ്യത്വം തിരിച്ചു വരില്ല. മനുഷ്യനെപ്പോഴും വരേണ്ടത് അടിമയായിട്ടാണ്. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ വിചാരിച്ചൊന്നുമല്ല കാര്യം. ഇനി നാളെ വൈകുന്നേരം സാധനം പെട്ടിയിലാണോടുകൂടെ പ്രത്യേകിച്ച് അവർക്ക് ലേശം ഒരു ലേശം അങ്ങനെയാണ്. നേർക്കോലി ചത്തുപോയാലും ലേശം കള്ളിപ്പാല് കണ്ണുകൂടി ഒഴിച്ചാൽ ഒന്നുകൂടി ബലം വെക്കും. നാളെ രാഷ്ട്രീയക്കാരൊക്കെ നാളെ ബലം വെക്കും, പക്ഷെ വലിയ ബലം വെക്കൂല. എന്തുകൊണ്ട്? ചിലപ്പോൾ ആ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിനെ ഇലക്ഷൻ കമ്മീഷൻ അസാധുവാക്കിയിട്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കളിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ബലം വെക്കൽ പരിധി വിട്ട് ബലം വെക്കൂല. മുമ്പൊരാള് എന്ത് ചെയ്തെന്നറിയോ? ചൂണ്ടലിട്ടപ്പോൾ പിന്നെ നേർച്ചയാക്കി ആദ്യത്തെ മീന് പള്ളി കൊടുക്കുന്ന അങ്ങനെ ഒരു മീൻ കിട്ടി. അതവന് കൊട്ടയ്ക്ക് എടുത്തിട്ട് പിന്നെ മീൻ കിട്ടി. ഇതേതായാലും പള്ളി കൊടുക്കണില്ല. ഇത് എനിക്ക് ആദ്യം ഇത് ഇനിയിപ്പോൾ അടുത്ത കാര്യം അറിയില്ലല്ലോ, അടുത്ത മീൻ പള്ളി കൊടുക്കാറ്. പിന്നെയും ചൂണ്ടലിട്ടു. അതിനിടയിൽ എന്തായെന്നറിയോ? കൊട്ടം മറിഞ്ഞിട്ട് ഈ മീന് ശരിക്ക് പൂർണ്ണമായി ചത്തിട്ടില്ല, അത് പെടഞ്ഞിട്ട് വെള്ളത്തിന് ചാടി. അപ്പം പറഞ്ഞു, തമാശല്ലേ പഠിച്ചോനെ, എന്നോട് ഒരു തമാശയും പറ്റാത്ത കുലത്തിലായോ? ഇതൊക്കെ തമാശ പറയല്ലേ പഠിച്ചോ എന്ന് പറഞ്ഞതുപോലെ വല്ലാതെ വല്ല വെക്കൂല. പേടിണ്ടാവും. ഇനി അടുത്ത മെയ് 4-ാം തീയതി എല്ലാം കഴിഞ്ഞാൽ ഇവര് നമ്മൾ മോത്ത് കോങ്ങിക്കൊള്ളുന്നില്ല. ആയിക്കോട്ടെ, നമുക്ക് അറിഞ്ഞോണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്കറിയാലോ ഇവര് നമ്മളെ മോത്ത് പോകൂല, അറിയാലോ. അത് അങ്ങനെയാണ് ലോകം. എന്നാലിപ്പോൾ 1-1.5 മാസം നമ്മളെ കുട്ടികൾ മൂപ്പര് വെച്ച് ഭയങ്കര ബന്ധമായല്ലോ. നമ്മളെ കുട്ടീനെ എടുക്കണോ, നാറ്റണോ, വെക്കണോ, അടുത്ത കുട്ടീനെ എടുക്കണോ, കുട്ടീൻ്റെ മൂക്ക് പിഴിഞ്ഞു കൊടുക്കണോ, എന്തൊക്കെയാണ് അവർ ചെയ്തത്. ആയിക്കോട്ടെ, നല്ല കാര്യം. 4-5 കൊല്ലം കൂടുമ്പോൾ ഒരു 1.5 മാസമെങ്കിലും എൻ്റെ കുട്ടീൻ്റെ മൂക്ക് പിഴിയാൻ വരുന്നുണ്ടല്ലോ. മൂല്യന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല, അച്ഛന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല, സന്യാസിമാർക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവന് നന്നാവില്ല. നന്നാകണമെങ്കിൽ എനിക്ക് ദൈവഭയം വേണം. പടച്ചവനെ നന്നാക്കി തരട്ടെ. അപ്പം ഏത് കൂട്ടങ്ങൾ എവിടെ നിങ്ങൾ ഗൗരവമായി ഇതൊക്കെ ചിന്തിക്കണം. എവിടെയും ഏതൊരു ആക്ടിവിറ്റീസ് എന്ത് നമ്മൾ നടക്കുകയാണെങ്കിലും അതിലെല്ലാം ഉള്ളത് മനുഷ്യനെ മനുഷ്യനാക്കലാണ്. അതിനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മതത്തിന് അവിടെ ഒരു അർത്ഥമില്ല. അവിടെ മതം ആക്ട് ചെയ്തിട്ടില്ല. മനസ്സിലായില്ല? നിസ്കാരം കഴിഞ്ഞിട്ടും നിന്നിലേക്ക് മനുഷ്യത്വം തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നിസ്കാരം എന്ന പ്രക്രിയ നിന്നിൽ ആക്ട് ചെയ്തിട്ടില്ല. അവിടെ നിന്റെ അഹങ്കാരാണ് ആക്ട് ചെയ്തത്, തിരിഞ്ഞിട്ടില്ല. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാ, ഏത് ചീത്തയെയും തടയാൻ എന്തിന് കഴിയണം? അതാണ് നിസ്കാരം. നിസ്കാരം കഴിഞ്ഞിട്ടും നീ മനുഷ്യനായിട്ടില്ലെങ്കിൽ നിസ്കാരം എന്ന ആ ആശയം നിന്റെ ഉള്ളിൽ അവിടെ ആക്ട് ചെയ്തിട്ടില്ല. അതായത് നീ നിസ്കരിച്ചിട്ടും നീ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ചിട്ടുണ്ടെങ്കിലോ ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാ, ഏത് വൃത്തികേടിനെ തടയാൻ എന്തിനു കഴിയും? അപ്പം നല്ല നിസ്കാരക്കാൻ കൂടുതൽ നിസ്കരിച്ചവനായിരിക്കണം കൂടുതൽ നല്ലവൻ. നമ്മളെ നാട്ടിലെ അവസ്ഥ എന്താ? കൂടുതൽ നിസ്കരിച്ചവനാണ് കൂടുതൽ ഹംക്ക്. അങ്ങനെ ഒരു സ്ത്രീയും രണ്ട് സ്ത്രീകൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ച ആയിട്ടുണ്ടാവും. നാളത്തേക്ക് മറ്റന്നാൾ 2 ആഴ്ച. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് മുകളിൽ വെള്ളിയാഴ്ച. ഇപ്പം എന്താ പറയുന്നത്? ഞാൻ ഭർത്താവിനെ കൊണ്ട് കുഴങ്ങി, മര്യാദക്ക് ഭക്ഷണം തരൂല, മര്യാദക്ക് നോക്കൂല, അടി തന്നെ. എന്നും ഒരു അടിയില്ലാതെ ഒരു കിടപ്പറ പിരിയൂല. ഞാൻ തോറ്റു. എന്താണ് ഞാൻ പരിഹാരം അറിയൂല. അപ്പോൾ
ഞാൻ ചോദിച്ചു അങ്ങനെയുള്ള അപ്പം മാറ്റിയെടുക്കാൻ കഴിയൂല, കാരണം അങ്ങനത്തെ ബാഡ് സ്വഭാവം. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് കല്യാണം കഴിച്ചാൽ പോരായിരുന്നു, അന്വേഷിക്കണ്ടേ? അപ്പോൾ പറഞ്ഞു അന്വേഷിക്കാൻ എന്താ, ഫാത്തിമ ബീവിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. പ്രഥമമായ കാഴ്ച ഞങ്ങൾ മൂറിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറയുന്നത് ഫാത്തിമ ബീവിയെ പോലെ ഇയാകണം, ഞാൻ അള്ളാഹുവിനെ പോലെയാവും, ഫാത്തിമ ബീവിനെ പോലത്തെ ആണ്, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കണം, ഇന്നാലിന്ന ആളുകളെ ക്ലാസ്സുകൾ കേൾക്കണം, ഉത്തരയും തേരയും ജുസ് ഖുർആൻ ഓതണം, അല്ലാത്തൊരു വാർത്താൻ എന്നോട് പറഞ്ഞില്ല. മരിച്ചു കിടക്കുന്ന എൻ്റെ ബാപ്പാനെ ശവം എന്ന് വിളിച്ചു. ഈ സ്ത്രീ പറയാണ് മരിച്ചു കിടക്കുന്ന എൻ്റെ ബാപ്പാനെ ശവം എന്ന് വിളിച്ചു, അതുവരെ വിളിച്ചു. മരിച്ചു കിടക്കുന്ന ബാപ്പാനെ, ആ ശവത്തിൻ്റെ മകളല്ലേ, നന്നാവോ? അങ്ങനെ ദ്രോഹം, ഞാൻ ഇങ്ങനത്തെ ദ്രോഹം കേട്ടിട്ടില്ല. അതേ സമയത്തോ നല്ല താടിയുണ്ട്, നല്ല തൊപ്പിയുണ്ട്, അള്ളാഹുവിനെ റസൂലിനൊക്കെ. ഞാൻ പറഞ്ഞ അത് പെണ്ണാവശ്യപ്പെടുമ്പോൾ ഫാത്തിമ ബീവിനെയും മുത്തുനബിനെയും പറഞ്ഞ ഉറപ്പിച്ചോളിയോ കള്ളന. മനസ്സിലായില്ല? കള്ളൻ, ഉറപ്പും കള്ളൻ. പെണ്ണ് കാണാൻ വേണ്ടി വന്നപ്പോൾ അള്ളാഹുവിനെ റസൂലിനെ പറഞ്ഞ ഉറപ്പായിട്ട് പോകാൻ എന്താണ് 100% കള്ളൻ, 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 ഉറപ്പ് കള്ളൻ. നിങ്ങൾ അവിടുന്ന് ഒരു ബുക്ക് വാങ്ങിക്കോളി, എഴുതി ഒപ്പിട്ട് തരാം. പെണ്ണ് കാണാൻ വരുമ്പോൾ അള്ളാഹുവിനെ റസൂലിനെയും പറ്റി പറഞ്ഞാൽ ഉറപ്പിച്ചോളിയും കളനായിരിക്കും, ഭൂലോക കളനായിരിക്കും. പെണ്ണ് കാണാൻ വരുമ്പോൾ പെണ്ണിനെ പറ്റി പറയണ്ടത്. മനസ്സിലായില്ല? പെണ്ണ് കാണാൻ വരുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഭാര്യ, സൗന്ദര്യം, ചൊറുക്ക്, എൻ്റെ കണ്ണ് നല്ല രസമുണ്ട്, എൻ്റെ കണ്ണ് എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ കാല് നല്ല രസമുണ്ട്, എൻ്റെ വലുപ്പം നിങ്ങളുണ്ട്, അതന്നെ അതിനാണ്. അല്ലാതെ നമ്മൾ അജ്ജിനോകല്ലല്ലോ, മുത്താൻ പോയതല്ലല്ലോ. മനസ്സിലായില്ല? പെണ്ണ് കാണാൻ കച്ചവടം ചെയ്യുമ്പോൾ പറയേണ്ടത് എന്താ? അള്ളാഹിനെ പറ്റി പറഞ്ഞ ഉറപ്പിച്ചോളി ഞങ്ങളെ. കച്ചവടം ചെയ്യുമ്പോൾ പറയേണ്ടത് എന്താ? കച്ചവടം പറയണം, ലാഭം നഷ്ടം. നിങ്ങൾ മൂല്യരല്ലേ, മൂല്യര് പറ, സാധനത്തിന്റെ കാര്യം പറ. നിങ്ങളെ ഉസ്താദ് അങ്ങനെ പറയണ്ടേ? ഞാൻ പറയാം, ഞാൻ എൻ്റെ ഒരു സാധനം കച്ചവടം ചെയ്യാണ് എങ്കിൽ ഞാൻ അൽഫാത്തിഹ എന്നൊക്കെ അവിടെ പറയണ്ട്. പറയാ എൻ്റെ ബിൽഡിങ് എനിക്ക് വിൽക്കോ, എത്ര? 10 കോടി. അപ്പൊ ഞാൻ പറയാണ്, എന്ത് 10 കോടിയൊന്നും പറയല്ലടാ, എൻ്റെ ഉസ്താദല്ലേ, ഞാൻ 5 കോടിക്ക് കൊണ്ടാ ഞാൻ, അള്ളാഹു എനിക്ക് ബർക്കത്ത് ചെയ്യും, ഉറപ്പിച്ചോളിയാ കള്ളനാ. ഞാൻ ആദ്യം തന്നെ കച്ചവടത്തിന് ഇരിക്കും എന്നോട് പറയേണ്ടത് താൻ പറയാം, ഇതിൽ ഉസ്താദും ശിഷ്യനും ഇല്ല. എൻ്റെ കാര്യം ഇജ്ജ് പറയണം, ഇൻ്റെ കാര്യം ഞാൻ പറയും. അത് ഇജ്ജ് ഉസ്താദ് ശിഷ്യൻ നോക്കണ്ട, ഇത് കച്ചവടം. ഇത് അങ്ങനെയല്ലേ പറയണ്ട്? അവിടെ ഇജ്ജ് ഫാത്തിയോദിയ തട്ടിപ്പാണ്. ഫാത്തിയ അവിടെ മൂലിയൊരു ഫാത്തിയോദാനേ പാടില്ല, ദ്വാർക്കാനും പാടില്ല. കച്ചവടം പൈസ കൊടുത്തു, ഉറുബൂന് അഡ്വാൻസ് കൊടുത്തു, ഇറങ്ങി പോന്നപ്പോൾ ഇജും എൻ്റെ ബാപ്പി എന്ത് പറയണം? ഉസ്താദെ ഒന്നൊരു ഫാത്തിയോദിക്കളി, ഒന്ന് ദ്വാർക്കി. അപ്പം എനിക്ക് ദ്വാർക്കാം. എന്തുകൊണ്ട്? ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടി മറ്റേ വിൽക്കാൻ നോക്കണില്ല. അത് മതം വിൽക്കലാണടാ. കച്ചവടത്തിൽ കച്ചവടം, പെണ്ണിന് പെണ്ണ്. ഞാൻ യുദ്ധത്തിന് വരികയാണെങ്കിൽ അൽഫാത്തിഹ തല്ലോടാൻ, അൽഫാത്തിഹ ഇവിടെ അൽഫാത്തിഹ അണ്ണിക്ക് 2 കൊടുക്കാൻ നല്ലത്. ഇതൊക്കെ വിഡ്ഢികളാ, പമ്പര വിഡ്ഢികളാ. നമ്മളെ ഒരു നാട്ടിലൊരു ഫിത്തനുണ്ടായി. ഒരു മാലിലൊരു മൂല്യരെ നിർത്തിയതിന് ശേഷം മാലിൽ ആ മൂല്യര് 2 ആക്കി, പ്രശ്നങ്ങളുണ്ടാക്കി. പിന്നെ ആ മാലിൻ്റെ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു, ഇത് നമ്മളെ മൂല്യരല്ല, മറുകക്ഷിയുടെ മൂല്യർ കോലം മാറി വന്നതാ. അപ്പം അതിന് മദ്യം പറഞ്ഞ ഒരു കേസിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സംസാര മധ്യം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നമ്മളാളാന്ന് ഉറപ്പിച്ച് നിർത്തിയാൽ പോരായിരുന്നു? അപ്പോൾ അവർ പറയാണ്,
നമ്മളെ പത്രല്ലേ വരുമ്പോ അയാളാ തൊക്കിലുള്ളത്. നമ്മളെങ്ങനെ എതിര് വിചാരിക്കാം? ഞാൻ പറഞ്ഞു, എടോ സുപ്രഭാതം തൊക്കിൽ വെച്ചാൽ ഉറപ്പിച്ചോ കള്ളനാണ്. നമ്മളൊക്കെ അതിൻ്റെ ആളുകളല്ലേ, നമ്മളൊക്കെ തൊക്കിൽ വെച്ചിട്ടുണ്ട്. ആണോ അല്ലേ? കണ്ണൂർ വൈക്ക് പോകുമ്പോ ദേശാഭിമാനി തൊക്കിൽ വെച്ചാൽ ജോറപ്പിച്ചോ ജാരാ ജി കള്ളനാടാ. മലപ്പുറത്ത് വരുമ്പോ ചന്ദ്രിക പത്രം തൊക്കിൽ വെച്ചാൽ ജാരാണ്, കള്ളനാടാ. സമസ്തക്കാർ മാത്രമല്ല, മല്ലിലേക്ക് പോയപ്പോൾ ഒരു മോലിയർ ജോലി ഏൽക്കാൻ വേണ്ടി പോയപ്പോൾ സുപ്രഭാതമാണോ തൊക്കില്ലെങ്കിൽ ഉറപ്പിച്ചോളി, ഓൻ ആരാണ്? കള്ളനട, ഭൂലോക കള്ളൻ. എന്നൊക്കെ പറഞ്ഞ മനസ്സിലായി. ഈ വിട്ടികൾക്ക് മനസ്സിലാവണില്ല. അപ്പൊ അള്ളാഹുവിനെ റസൂലിനെ ഇതൊക്കെ പല സന്ദർഭങ്ങളിലും പലരും പറയേണ്ടത് എന്തിനു വേണ്ടിയാണ്? ഭൗതികമായ ലാഭത്തിന്. കച്ചവടം മാത്രം, അതൊക്കെ കച്ചവടം. ഒരിക്കലും അംഗീകരിക്കരുത്, ഒരിക്കലും അംഗീകരിക്കരുത്. ഞാൻ ഇവിടെ എന്താ പറയുക, മതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സന്തോഷം. അപ്പം നിങ്ങൾ ഖുർആൻ, നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര വട്ടം അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞു. നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞ റബ്ബ് എത്ര ആയത്ത് പിന്നെ പറഞ്ഞു. പിന്നെ രോഗമാണെങ്കിൽ വേണ്ടാട്ടോ, യാത്രയിലാണെങ്കിൽ വേണ്ടട്ടോ. ഞാൻ അൻവറിനോട് പറയാം, അൻവറേ നാളെ 10,000 റുപ്യ എനിക്ക് തരണം, കടം തരണം, 2 ആഴ്ചയാണ് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ എന്ത് പറയാം, പിന്നെ അൻവറേ ബുദ്ധിമുട്ടാണെങ്കിൽ തരരുതിട്ടാ, വിഷമാണെങ്കിൽ എനിക്ക് എൻ്റെ അവസ്ഥ അറിയില്ല, വിഷമാണെങ്കിൽ വേണ്ടട്ടോ. ഞാൻ പിന്നെ 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 പുറത്ത് പോയിട്ട് പിന്നെയും ഞാൻ ഫോൺ ചെയ്തു, അല്ലേ അല്ല ആയിക്കോട്ടെ ഉസ്താദ്. അതിൻ്റെ അർത്ഥം എന്താ? അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന് ആ 10,000 റുപ്യ ഉണ്ടാക്കി കൊടുക്കണമെന്ന ഉത്സാഹത്തിന് ആവശ്യമുള്ള ഞാൻ ഉദ്ദേശിക്കണില്ല. എന്താണ് നിങ്ങൾ ഇത് ചിന്തിക്കാത്തത്? അള്ളാഹുവിന് ആവശ്യം അള്ളാഹിൻ്റെ അടിമയുടെ സന്തോഷമാണ്. ബാധ്യത നിർവഹിക്കും വേണം, ബാധ്യതയിലൂടെ അവൻ മനുഷ്യനായി തീരും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയാം. അതായത് അൽ ബഖറ 183 ആയത്തിൽ എന്ത് പറഞ്ഞു? നോമ്പ് നോൽക്കണം. 184 ആയത്തിൽ എന്ത് പറഞ്ഞു? ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ, നിങ്ങൾ രോഗത്തിലോ യാത്രയിലോ ആണെങ്കിൽ വേണ്ട, മറ്റു ദിവസം വീട്ടിയാൽ മതി. വഇൻ കുന്തും മർളാ ഔ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ, അടുത്തായിട്ട് പിന്നെ വേറെ കൊലത്ത് പറഞ്ഞു, രോഗത്തിലോ യാത്രയിലാണെങ്കിൽ വേണ്ട. മനസ്സിലായോ? നബി മദീനയിൽ നിന്ന് റമളാനായി മദീനത്ത് വീട്ട് കാരക്കും വെള്ളം കൊണ്ടിരുന്ന ആളും അല്ല നബി. യാത്ര പോയി നോമ്പ് മുറിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ അവിടെ മനുഷ്യൻ എന്ത് വന്നു? കമ്മി വന്നു. യാത്രക്കാരൻ ക്ഷീണിതൻ നോമ്പ് മുറിച്ചു. അപ്പോൾ അവിടെ എന്ത് വന്നു? കമ്മി. ആ കമ്മിയോൻ്റെ മനസ്സിൽ അങ്ങനെ കിടക്കും, ഞാൻ അല്ലാഹുക്ക് ഹക്ക് കൊടുക്കണ്ട്, ഞാൻ അത്ര നല്ലോണമൊന്നുമല്ല. പിന്നെ നോമ്പ് കഴിഞ്ഞു. നോമ്പ് കഴിഞ്ഞാൽ വീട്ടിയാലും ഒരു കമ്മി എടുക്കും. മനഫ്തറ യൗമൻ മിൻ റമളാൻ, മനസ്സിലായി? ലം യഖ്ലിഹി സൗമുദ്ദഹരി കുല്ലി. ഒരു മനുഷ്യൻ റമളാനിലെ ഒരു ദിവസം നോമ്പ് ഒഴിവാക്കി, ലം യഖ്ലിഹി സൗമുദ്ദഹരി കുല്ലിഹി, പിന്നെ കാലാകാലം നോറ്റാലും അത് പരിഹരിക്കപ്പെടില്ല. പിന്നെ ഈ നോമ്പ് നബി ഒഴിവാക്കാതിരിക്കണ്ടേ? നബി യാത്ര നോമ്പ് ഒഴിവാക്കുകയും ചെയ്തു. ഇവിടെ ഒരു സൈക്കോളജിക്കലി മെസ്സേജ് തന്നു. എന്ത്? നോമ്പുകാരന് എന്ത്, യാത്രക്കാരനാണെങ്കിൽ, രോഗിയാണെങ്കിൽ, യാത്രക്കാരനാണെങ്കിൽ എന്ത് ഒഴിവാക്കാം? നോമ്പ് ഒഴിവാക്കാം. ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് കാലങ്ങളിൽ വീട്ടിയാൽ മതി. അപ്പോൾ സ്വാഭാവികമായും അള്ളാഹിൻ്റെ ഇഷ്ടം അതാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, നിങ്ങൾക്കൊരു എളുപ്പം ഉണ്ടാക്കലേ അള്ളാഹ്ക്ക് ഉദ്ദേശമുള്ളൂ. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, നിങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടാക്കൽ അള്ളാഹുവിന് ഉദ്ദേശമില്ല. നിങ്ങളെ യാത്രയിലും അപ്പോൾ തന്നെ നോമ്പിലുമായി വിഷമിപ്പിക്കണമെന്ന ലക്ഷ്യം ആർക്കില്ല, അള്ളാഹുവില്ല. അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്താണ്? അള്ളാഹുവിൻ്റെ ഇഷ്ടം യാത്രക്കാരനാകുമ്പോൾ നോമ്പ് ഒഴിവാക്കലാണ്. അപ്പം നമ്മൾ ഒഴിവാക്കി, എന്നിട്ട് നമ്മൾ അത് ശവ്വാലോ ദുൽഖഅദയിലോ ദുൽഹിജ്ജയിലോ വീട്ടാണ്. ആ വീട്ടുമ്പോഴും വീട്ടി 2 നോമ്പ് വീട്ടി, 4 നോമ്പ് വീട്ടി. എന്നിട്ടോ ലം യഖ്ലിഹി സൗമുദ്ദഹരി കുല്ലിഹി, പിന്നെ കാലാകാലം നോറ്റിയാൽ അതിന് പരിഹാരം ആവൂല്ല. എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ മനസ്സിൽ എന്ത് കിടക്കും? കമ്മി കിടക്കും. പിന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കും, പഠിച്ചോനെ റമളാൻ 2 നോമ്പ് പോയിക്കണ്, പിന്നെ വീട്ടിൽ എന്നാലും എനിക്ക് എൻ്റെ മനസ്സിൽ വേദനയാണ്.
ഈ വേദനയാണ് അടിമത്തം. മറ്റേജ് ബൽപ്പത്തരാണ്. മറ്റേജ് എന്നുകൂടി സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തി. എന്ത് ഇപ്പം ഇജ്ജ് അവിടെ എത്തി? നോമ്പ് 30 നോറ്റിക്കണമെങ്കിൽ എന്താണ്? നമ്മൾ നോറ്റിട്ടുണ്ടെങ്കിൽ പഠിച്ചോൻ കൂലി തരണം. ആ കളി നടക്കൂല. കമ്മി വന്നാലോ ഇപ്പം നമ്മൾ ഇവിടെ ഈ അടിമൊക്കെ കമ്മി വന്നു. 4 ദിവസം കൽക്കത്തയിൽ പോയപ്പോൾ നോമ്പ് ഒഴിവാക്കി. പിന്നെ വീട്ടിയിട്ടുണ്ട്, എന്നാലും വിഷമം. മനസ്സിലായില്ലേ? ആയില്ല, ശരിയായില്ല. കാലം മുഴുവനും നോമ്പ് വെച്ചാലും ഈ ഒരു നോമ്പിൽ പരിഹാരമാവില്ല. എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ യാത്ര പോകരുത് എന്ന് പറഞ്ഞൂടെ പഠിച്ചോന്? അതും പറയാലോ. പിന്നെ റമളാൻ മാസത്തിൽ ആരും യാത്രക്ക് കണ്ട അവനാൻ്റെ മൈലിനോട് ഒതുങ്ങിക്കാണ്. ഇത് എങ്ങനെ പറഞ്ഞു പഠിച്ചോന്? എന്നാ പിന്നെ നമ്മൾ എവിടേക്കും പോകില്ലല്ലോ. നിങ്ങൾ ഒരു കളിക്ക് റമളാനിലൊക്കെ ഒതുങ്ങിക്കളി. അവനാൻ്റെ പെരിയിൽ കാര്യങ്ങളൊക്കെ പെരി തന്നെ ഒന്ന് പോയി എന്നാൽ മതി. രാത്രി ഒന്നും പെരി കിടക്കണ്ട. എന്ത് അങ്ങനെ പറഞ്ഞു പഠിച്ചോന്? സൈക്കോളജിക്കലി ഇവിടെ എന്താ നടക്കണമെന്നറിയോ? ഒരു പ്രോസസ്സിങ് ആണ്. എന്ത്? നിന്റെ ശുദ്ധീകരണ പ്രോസസ്സിങ് ആണ് നടക്കുന്നത്. എപ്പോഴാണ് നീ ശുദ്ധിയാകാൻ കമ്മിയാവുമ്പോൾ? പൂർത്തിയായ ശുദ്ധിയാവില്ല.